കൊച്ചി തീരത്തിനടുത്ത് അറബിക്കടലിൽ മുങ്ങിയ ലൈബീരിയൻ ചരക്ക് കപ്പലിലെ നാവികർ ആശ്വാസ തീരത്ത്. മുങ്ങിയ കപ്പലിൽ നിന്ന് രക്ഷിച്ച 24 നാവികരെ കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്തും കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്തുമായി എത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്നായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. ചരക്ക് കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞാൽ അത് തുടരുതെന്നും അടുത്തേക്ക് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കടക്കം ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്കടക്കം ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നേരത്തെ നൽകിയിട്ടുണ്ട്. കപ്പൽ മുങ്ങിയ സ്ഥലത്തിന് 20 നോട്ടിക്കൽ മൈൽ അകലെ മീൻപിടുത്തത്തിന് പോകരുത് എന്നും നിർദ്ദേശമുണ്ട്. ഞങ്ങൾക്ക് പൊതുസമൂഹത്തിനോട് ഇന്ന് പറയാനുള്ളത് ഇന്നലെ പറഞ്ഞത് തന്നെയാണ്. ദയവായി തുടരുത്, അടുത്തു പോകരുത്, പരമാവധി 200 മീറ്ററെങ്കിലും മാറി നിൽക്കുക. നാഷണൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഡയറക്ടർ ജനറൽ തന്നെ അത് സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് ചെയ്യുക എന്നുള്ളത്. നിലവിൽ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഡൊണിയറും 2 കപ്പലുകളും എണ്ണപ്പാടയെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ ഡിസ്പേഴ്സൻസ് ഉൾപ്പെടെയുള്ളത് അവിടെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ കപ്പൽ മുങ്ങിയ സ്ഥലത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ മത്സ്യബന്ധനം നടത്തരുത് എന്നാണ് ആ നിർദ്ദേശം ഇന്ന് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി എല്ലാ തീരദേശ ജില്ലകൾക്കും നൽകിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഈ ആളപായമൊന്നുമില്ലാതെ എല്ലാവരെയും സുരക്ഷിതമായി, ആ കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും സുരക്ഷിതമായി തീരത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു, കരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത് ആശ്വാസകരമായ വാർത്തയാണ്. കപ്പൽ മുഴുവനായി മുങ്ങിത്താണ് പോയെങ്കിലും ഈ കണ്ടെയ്നറുകളുടെ കാര്യത്തിൽ ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? ആലപ്പുഴ തീരത്തേക്കടക്കം അത് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പൊക്കെ ഉണ്ട്. പൊതുജനങ്ങൾക്ക് അതിൻ്റെ ഭാഗമായി, മത്സ്യത്തൊഴിലാളികൾക്ക് അതിൻ്റെ ഭാഗമായി ജാഗ്രതയൊക്കെ നൽകിയിട്ടുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ വിഷ്ണു സുരേഷ്? ഇന്നലെ ഈ അപകടമുണ്ടായതിനു പിന്നാലെ ഈ ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതിന് തന്നെയാണ് നാവികസേനയും കോസ്റ്റ് ഗാർഡും പ്രാധാന്യം നൽകിയത്. അത് വളരെ സക്സസ്ഫുള്ളായി നടപ്പാക്കാനും സാധിച്ചിട്ടുണ്ട്. ഇന്നലെ 21 നാവികരെയും അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ ഏകദേശം 3ഓളം വരുന്ന നാവികരെ, ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകളെയും രക്ഷപ്പെടുത്തി. അതിൽ 21 പേരെ ഇപ്പോൾ കൊച്ചി ICG, അതായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട് ജെട്ടിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ ICG അർണവേഷ് എന്ന രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട കപ്പലിലാണ് അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. അത് ഫിലിപ്പീൻസുകൾ, അതോടൊപ്പം തന്നെ റഷ്യ, ഇവിടെ ജോർജിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള നാവികരാണ്. അവരെ ഇവിടെ നിന്ന് ഏജന്റിന് കൈമാറും. അവരുടെ ഇമിഗ്രേഷൻ നടപടികളടക്കം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അവരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും. മെഡിക്കൽ അസിസ്റ്റൻസ് അടക്കം നൽകിയാണ് മാറ്റുക എന്ന് മനസ്സിലാവുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ രക്ഷപ്പെട്ട നാവികർ. അവർ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു സംഘർഷ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. അവരെ രക്ഷിച്ചത് ഇന്ത്യൻ നാവികസേനയും അതോടൊപ്പം കോസ്റ്റ് ഗാർഡിൻ്റെയും സംയുക്തമായ പരിശ്രമമാണ്. ഇന്നലെ 1:30 തോട്ടപ്പള്ളി ഹാർബറിൽ നിന്ന് ഏകദേശം 14 നോട്ടിക്കൽ മൈൽ അപ്പുറത്ത്, ഏകദേശം 38 അല്ലെങ്കിൽ 20 മുതൽ 30 കിലോമീറ്റർ വരെ ദൂരത്ത് വെച്ച് ഈ MSC എൽസ 3 എന്ന കപ്പൽ മുങ്ങിയത്. അത് ഫ്ലഡിങ്ങിനെ തുടർന്ന് മുങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ഈ പുറത്തു വന്ന ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അതിൻ്റെ കാരണമടക്കം ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. ആ ഘട്ടത്തിലാണ് ഇവിടെ ഈ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിവരം വരികയും ഈ കൊച്ചിയിലുള്ള കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് നിന്ന് 2 ഷിപ്പുകൾ ICG സക്ഷവും അതോടൊപ്പം തന്നെ ICG അർണവേഷും പുറപ്പെട്ടത്. അതോടൊപ്പം തന്നെ INS നേവിയുടെ സുജാതയും ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി പുറപ്പെട്ടു. ഏകദേശം ആദ്യ 9 മണിക്കൂറിനിടയിൽ തന്നെ ആളുകളെ 21ഓളം വരുന്ന നാവികരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. അപ്പോഴും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നത് 28 ഡിഗ്രിയോളം കപ്പൽ ചരിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ടഗ് ചെയ്ത് ഈ കരയിലേക്ക് അല്ലെങ്കിൽ തീരത്തേക്ക് എത്തിക്കാനാകുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ അസാധാരണമായ സംഭവമാണ് കടലിൽ രൂപപ്പെട്ടത്. വളരെ രൂക്ഷമായ തിരമാലകൾ ആഞ്ഞടിക്കുന്ന സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിലാണ് ഈ കപ്പൽ ഇന്നലെ രാത്രി മുതൽ കൺട്രോൾ ചെയ്തിരുന്നത്, വളരെ ഹൈ റിസ്ക് എടുത്ത് കൺട്രോൾ ചെയ്തിരുന്ന ക്യാപ്റ്റനെയും അതോടൊപ്പം തന്നെ 2 എഞ്ചിനീയർമാരെയും അടിയന്തരമായി തന്നെ INS സുജാതയുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി കരക്ക് എത്തിച്ചത്. അതിനോടൊപ്പം തന്നെ ഈ കപ്പൽ മുങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. കപ്പൽ കരക്കെത്തിക്കാനുള്ള ഒരു സാധ്യതയും പിന്നീട് ഇന്ത്യൻ നേവിക്ക് ആയിരുന്നില്ല. നേരത്തെ രാവിലെ പ്ലാൻ ചെയ്തതനുസരിച്ച് ഒരു മെർച്ചന്റ് ഷിപ്പ് എത്തിച്ച് അത് ടഗ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തിക്കാനാണ് തീരുമാനിച്ചെങ്കിലും ആ സാഹചര്യത്തിന് ഈ കാലാവസ്ഥ ഒരു വെല്ലുവിളിയായി വന്നപ്പോൾ ആ ശ്രമം പൂർണ്ണമായി ഉപേക്ഷിക്കുകയും കണ്ടെയ്നറോടുകൂടി കപ്പൽ പൂർണ്ണമായും അറബിക്കടലിലെ അടിത്തട്ടിലേക്ക് പോവുകയുമായിരുന്നു. 643 കണ്ടെയ്നറുകളാണ് ഈ ഷിപ്പിൽ ഉണ്ടായിരുന്നത്. അതിൽ 13 ഹസാഡസ് ഐറ്റമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിൽ പോലും അത് ഹാംഫുൾ എലമെന്റ് ആണ് എന്ന് മനസ്സിലാകുന്നു. 12 കാൽസ്യം കാർബൈഡ് ആണ്. ഒപ്പം ഈ കപ്പലിന്റെ ഇന്ധനവുമായി ബന്ധപ്പെട്ട് അതിൽ 367.1 ടൺ
മെട്രിക് ടണ്ണോളം വരുന്ന ഫർണസ് ഓയിലുണ്ട്. അതോടൊപ്പം തന്നെ 84.44 മെട്രിക് ടണ്ണോളം വരുന്ന ഡീസലുണ്ട്. ഇവ ഈ കപ്പൽ മുങ്ങിയ പശ്ചാത്തലത്തിൽ പുറത്തേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് നിലവിലൊരു ആശങ്കയുടെ രൂപമായി നിലനിൽക്കുന്നത്. ഇത് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ICG സക്ഷം ഈ അപകടം നടന്ന പരിസരത്ത് തുടരുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ, അതോടൊപ്പം ഒരു ഡ്രോണിയർ എയർക്രാഫ്റ്റും അവിടെയുണ്ട്, ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഇന്ധനം പുറത്തേക്ക് വരികയാണ്, അത് കടൽ വെള്ളവുമായി അലിഞ്ഞു ചേരുകയാണ് എങ്കിൽ ആ സ്പോട്ടിൽ വെച്ച് തന്നെ അതിനെ ബൂം ചെയ്ത് നശിപ്പിക്കുക, അത് കരയിലേക്ക് എത്തുന്നത് പരമാവധി തടയുക എന്നതാണ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. INS ഈ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നാവികസേനയും. ഒപ്പം ഈ കണ്ടെയ്നറുകൾ 40ഓളം കണ്ടെയ്നറുകൾ ഏറെക്കുറെ ഒഴുകിപ്പോയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. 9 ഇന്നലെ പോയി, ബാക്കി വരുന്ന 31 ഇന്ന് രാവിലെയോടുകൂടി അവിടെ നിന്ന് ഒഴുകിപ്പോയിട്ടുണ്ട്. അതാണ് കേരള തീരങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയായി പറയുന്നത്. ഈ തീര പ്രദേശത്തേക്ക് ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ എത്തുമ്പോൾ ആരും ഒരു കൗതുകത്തിന്റെ പുറത്ത് അങ്ങോട്ടേക്ക് എത്തി അത് പരിശോധിക്കാനൊന്നും ചെയ്യരുതെന്ന കർശന നിർദ്ദേശമുണ്ട്. ഒപ്പം ഈ എണ്ണപ്പാളി പോലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ എണ്ണപ്പാളി പോലുള്ള സാഹചര്യങ്ങളൊക്കെ വെള്ളത്തിലുണ്ടെങ്കിൽ അത് തുടരുതെന്ന് ഒഴിവാക്കണമെന്നും കർശനമായ നിർദ്ദേശം വന്നിരിക്കുന്നു. അസാധാരണമായ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഒരു 20 മണിക്കൂറായി അറബിക്കടൽ സാക്ഷ്യം വരിച്ചത്. ഒരുപക്ഷെ കേരള തീരത്ത് ഇതുവരെ കേട്ടുകേഴ്വില്ലാത്ത ഒന്നായിരുന്നു. വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് കാർഗോയുമായി പോയ കപ്പലാണിത്. ആ കപ്പൽ ഈ കൊച്ചി പോർട്ടിലേക്ക് അടുക്കുന്നതിനിടയിലാണ് 38 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച കപ്പൽ ചരിയുന്ന സാഹചര്യം ഉണ്ടായത്. കടലിലെ അസാധാരണമായ സാഹചര്യത്തിൽപ്പെട്ടാണ്, ഫ്ലഡിങ്ങിൽപ്പെട്ടാണ് ഈ കപ്പൽ ഉയർത്തുക, അതുപോലെ തീരത്തേക്ക് എത്തിക്കുക എന്നുള്ള ആ ദൗത്യം ഫലം കണ്ടില്ല എങ്കിലും അതിലുള്ള മുഴുവൻ പേരെയും സുരക്ഷിതമായി രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു. ചരക്ക് കപ്പലിലെ നാവികർ ആശ്വാസ തീരത്തണഞ്ഞിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുങ്ങിയ കപ്പലിൽ നിന്ന് രക്ഷിച്ച 24 നാവികരെ കൊച്ചിയിലെ നാവികസേന ആസ്ഥാനത്തും കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്തുമായി എത്തിച്ചു. ഇനി ആ കണ്ടെയ്നറുകളുടെ കാര്യത്തിലാണ്, ഒഴുകിപ്പോയ കണ്ടെയ്നറുകളുടെ കാര്യത്തിലാണ് ഒരു ആശങ്ക നിലനിൽക്കുന്നത്.